നമസ്കാരം. അസാമിലെ ഗുവാഹത്തിയിലുള്ളത്. നോർത്ത് ഈസ്റ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇനി നേരെ ബംഗാളിലേക്ക് പോവുകയാണ്. ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:20 കൊൽക്കത്തയിലെ ഹൗഡയിലേക്ക് പോകുന്ന സറൈഘട്ട് എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോണിന്റെ ആസ്ഥാനമാണ് ഗുവാഹത്തി വരുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനും ഇത് തന്നെയാണ്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം വരുന്ന ഭാഗമാണ്. ഇവിടുത്തെ കാഴ്ച നിങ്ങൾ കണ്ടോ? ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. പുറത്തേക്ക് നോക്കുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് പൾട്ടൺ ബസാർ വരുന്നത്. അവിടെയാണ് നല്ല തിരക്ക്. ഞങ്ങൾ റൂമൊക്കെ എടുത്ത് താമസിച്ചതും അവിടെ തന്നെയാണ്. ഇപ്പോൾ നേരെ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. നല്ല തിരക്കാണ് ഇവിടെ. സൈക്കിൾ റിക്ഷയൊക്കെ വരുന്നുണ്ട്. അസാമിലെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹത്തി. അസാമിൻ്റെ തലസ്ഥാനം വരുന്നത് ദിസ്പൂരാണ്. ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടുത്തെ ബസ്സൊക്കെ വന്ന് നിർത്തുന്ന സ്ഥലം ഇവിടെയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം ഇവിടെ ആയതുകൊണ്ട് തന്നെയാണ് മെയിൻ തിരക്ക്. ഇവിടുന്ന് നമുക്ക് മേഘാലയയിലേക്ക് ടാക്സിയൊക്കെ കിട്ടും. അതായത് മേഘാലയയുടെ ക്യാപിറ്റലായ ഷില്ലോങ്ങിലേക്ക് 90 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഷില്ലോങ് എന്നൊക്കെ വിളിക്കുന്നുണ്ടാ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഷില്ലോങ്ങിലേക്കൊക്കെ പോകാൻ പറ്റും. ഇവിടുന്ന് നേരെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു എൻട്രൻസ് ഉള്ളത്. ടാക്സികളാണ് കൂടുതലും. മേഘാലയയുടെ രജിസ്ട്രേഷൻ വരുന്നത് ML എന്നാണ്. ML രജിസ്ട്രേഷൻ ടാക്സികൾ കൂടുതലായിട്ട് ഇവിടെ ഉണ്ട്. പുറകു ഭാഗത്തെ എൻട്രൻസ് ഇങ്ങനെയാണ്. ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡും വരുന്നത്. ഗുവാഹത്തി ഇവിടെ ഒരുപാട് ട്രെയിനുകൾ ഇപ്പം വന്നിട്ടുണ്ട് ഒരേ സമയത്ത് തന്നെ. അതാണ് ഇത്രയും തിരക്ക്. പ്ലാറ്റ്ഫോം നമ്പർ 1 ഇതാ ഹൗഡയിൽ നിന്ന് ഗുവാഹത്തിയിലേക്കുള്ള സറൈഘട്ട് എക്സ്പ്രസ് 10:05 തന്നെ ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഇത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇതന്നെ ആകാം 12:20 തിരിച്ചു പോവുക. ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ് ആണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഇവിടെയൊക്കെ നല്ല സ്റ്റിക്കർ വർക്കാണ്. ഇതാ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ഇതേ വണ്ടി തന്നെയാണ് ഇന്ന് തിരിച്ച് ഹൗഡയിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലോക്കൊക്കെ ചെയ്തിരിക്കുക. ഇതിൻ്റെ ഈ വിൻഡോൻ്റെ ഇതൊക്കെ ഇവർ ക്ലീൻ ആക്കുന്നുണ്ട. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് ഇതിൻ്റെ 3rd AC ആണ്. B3 ട്രെയിൻ നമ്പർ വരുന്നത് 123-46. എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കും. ഇത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കോച്ചിലേക്ക് തന്നെ കയറാം. 42-ഉം 43-ഉം നമ്മുടെ ബെർത്ത്. 43, 42 ഈ മിഡിലും ഈ അപ്പറുമാണ് നമ്മുടെ ബെർത്ത് വരുന്നത്. RAC ഉണ്ടാകുമ്പോൾ ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് ഇത് രണ്ടുമാണ്. നല്ല വൃത്തിയുള്ള നല്ല കോച്ച് തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെ ചാർജിങ് പോയിൻ്റൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. റീഡിങ് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. കോച്ചിൻ്റെ വൃത്തി എടുത്ത് പറയണമല്ലോ, നല്ല വൃത്തി തന്നെയുണ്ട്. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് വരുന്നത് WDP 4D ആണ്. ഹൗറ വരെ ഇതേ ലോക്കോമോട്ടീവ് ആണോ നമുക്ക് നോക്കാം. ഇവിടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ ന്യൂ ജൽപൈഗുഡി ഗുവാഹത്തി വന്ദേ ഭാരത് ഇതിപ്പോൾ ഇവിടെ വന്നതാണ്. ഹൗഡയിലേക്ക് 17 മണിക്കൂർ യാത്രയുണ്ട്. 3rd AC ഞങ്ങൾ 2 ആഴ്ച മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. RAC 25-26 ഉണ്ടാകുമ്പോൾ സൈഡ് ലോവർ സൈഡ് അപ്പറും പ്രിഫറൻസ് കൊടുത്തെടുത്തതാണ്. പക്ഷെ കിട്ടിയത് ഒരു അപ്പറും ഒരു മിഡിലും. എങ്ങനെ കൊടുത്താലും സൈഡ് ലോവർ കിട്ടുന്നില്ല. അത് ഈ ഒരു RAC സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഗുവാഹത്തിയിൽ നിന്ന് ഹൗഡ വരെ ഒരാൾക്ക് 3rd AC വന്ന ചാർജ് വന്നാൽ 1365 രൂപയാണ്. ഗുവാഹത്തിയിൽ നിന്ന് അങ്ങനെ ഇതാ സറൈഘട്ട് എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. 2 മിനിറ്റ് ഡിലേ ആയിട്ടാണ് വണ്ടി എടുത്തത്. 12:22 ആയി. ഗുവാഹത്തിക്കും ഹൗഡയ്ക്കും ഇടയിൽ ഈ ട്രെയിനിൽ 14 സ്റ്റോപ്പുകളാണുള്ളത്. പൾട്ടൺ ബസാറിൻ്റെ ഒരു ഭാഗമാണിത്. ഈ സ്ട്രീറ്റ് വഴി കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിൻ അങ്ങനെ കാമാക്യ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുവാഹത്തിൻ്റെ മറ്റൊരു സാറ്റലൈറ്റ് സ്റ്റേഷനാണ് കാമാക്യ റാഞ്ചി എക്സ്പ്രസ് ആണ്. ലെവൽ ക്രോസിങ്.
പിന്നെ ഇവിടെ കാണുന്നതാണ് നീലാചൽ മലനിരകൾ. അവിടെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ കാമാഖ്യ ക്ഷേത്രം ഉള്ളത്. കാമാഖ്യ ജംഗ്ഷനിൽ ഇതേ നമ്മുടെ വണ്ടി വന്ന് നിർത്തിയിരിക്കുകയാണ്. 2 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ്. ഇവിടുന്ന് കാമാഖ്യ ക്ഷേത്രത്തിലേക്ക് 2.5 കിലോമീറ്റർ പോകാനുള്ള ദൂരമുണ്ട്. പുറത്ത് തന്നെ ഷെയർ വണ്ടിയും ബസ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. സറൈഗട്ട് എക്സ്പ്രസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈസ്റ്റേൺ റെയിൽവേ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിൻ ആദ്യമായി ഓടി തുടങ്ങിയ വർഷം 1995 ഈ ട്രെയിനിന്റെ പേര് സറൈഗട്ട് എന്നാണല്ലോ. സറൈഗട്ട് എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയുടെ സമീപത്തുള്ള ഒരു പ്രദേശമാണ്. നമ്മൾ ഈ കാമാഖ്യ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എന്താ പറയുക ഒരു പാലം ക്രോസ് ചെയ്യുന്നുണ്ട്. ആ പാലത്തിന്റെ പേരും സറൈഗട്ട് തന്നെയാണ്. അതുപോലെ തന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ന്യൂ ബൊങ്കൈഗാവ് ആണ്. അതായത് 175 കിലോമീറ്റർ പോകാനുണ്ട്. അങ്ങോട്ട് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഗോൾപാറ ടൗൺ വഴിയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. നമ്മുടെ വിവേക എക്സ്പ്രസ് ഒക്കെ പോകുന്ന ആ റൂട്ടാണ്. ന്യൂ ബൊങ്കൈഗാവുക്ക് വേറെ റൂട്ട് കൂടി ഉണ്ട്. അതായത് ബാർപേട്ട റംഗ്യ വഴി നമ്മുടെ അർണോയ് ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച ഇതാണ് കേട്ടോ. സറൈഗട്ട് എക്സ്പ്രസ് സറൈഗട്ട് ബ്രിഡ്ജ് വഴി പോകുന്നില്ല കേട്ടോ. റംഗ്യ വഴി പോകുന്നുണ്ടെങ്കിൽ മാത്രമേ സറൈഗട്ട് ബ്രിഡ്ജിലോട്ട് കയറേണ്ട കാര്യം വരുന്നുള്ളൂ. ഈ ട്രെയിൻ നേരെ ഗോൾപാറ വഴി പോകുന്നതാണ്. തൊട്ട് പുറകിൽ മലനിരകളാണ്. ദിപ്പോർ ലേക്കാണ് ഇത്. ആസാമിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ലേക്കാണ്. അതിൻ്റെ സമീപത്തൂടെ തന്നെയാണ് ട്രെയിനും കടന്നു പോകുന്നത്. ഞങ്ങൾ 2 ചായ വാങ്ങിച്ചു കേട്ടാ. ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പാണ്. തണുപ്പത്ത് 2 ചായ അല്ല നവി? പിന്നെ നല്ല തണുപ്പുണ്ട്. കറക്റ്റ് മുകളിൽ തന്നെയാണല്ലോ AC വെന്റ് ഉള്ളത്. അപ്പർ ബർത്തിൽ ആ ഒരു വിഷയം അടിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മുടെ തണുപ്പ് നല്ല രീതിയിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഞങ്ങള് പൊതുവെ ട്രെയിനിലത്തെ പാൻട്രിന്ന് വരുന്ന ചായ ഒന്നും വാങ്ങിച്ച് കുടിക്കാറില്ല. പക്ഷെ ഇന്നത്തെ ചായ ഉണ്ടല്ലോ, ഇത് മറ്റേ പാക്കറ്റാണ്. അതായത് ഇവര് ചൂടുവെള്ളവും പാലും മിക്സാക്കി വരും. എന്നിട്ട് മറ്റേ ഒരു പൊടി ഉണ്ടല്ലോ, മസാല പൊടി, നമ്മുടെ വന്ദേ ഭാരതിലെല്ലാം കിട്ടുന്ന ടൈപ്പ് പാക്കറ്റ്, അത് ഡയറക്റ്റ് പൊട്ടിച്ച് ആക്കുകയാണ്. അപ്പോൾ അത് പിന്നെയും നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റും. മറ്റേത് കലക്കി എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത് കുടിക്കാൻ നിൽക്കാനും പറ്റില്ല കേട്ടോ. കാരണം ഇതിൽ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു തണുപ്പ്. പൊതുവേ ഒരു മീഡിയം തണുപ്പാണ് ഉണ്ടാവാറ്. ഇന്ന് കുറച്ച് ഹൈയാണ്. പുറത്തും നല്ല തണുപ്പുണ്ട്. ഇവിടെ മുഴുവനും കൃഷിയാണ്. 1 ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുക. ഇന്ന് വെയിലേ ഇല്ല. ഒരു മഴക്കാറ് പോലെ തന്നെ. ട്രെയിനിപ്പോ 110 km/h സ്പീഡിലാണ് പോകുന്നത്. ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. കാമാഖ്യ വിട്ടതിന് ശേഷം ട്രെയിൻ എവിടെയും നിർത്തിയിട്ടൊന്നുമില്ല. ഇതേ പോക്ക് തന്നെയാണ്. ഇവിടെ വേസ്റ്റ് ബിന്നുണ്ടേ. ഒരു ഫുഡ് കഴിച്ചിട്ട് ഒരു പുള്ളിക്കാരൻ എന്താ ഫുഡിന്റെ വേസ്റ്റ് കൊണ്ടുവച്ച സ്ഥലം കണ്ട. പുറത്തേക്ക് എറിയുന്നവരുണ്ട്, പക്ഷെ പുറത്തേക്ക് എറിയണമെന്ന് പറയുന്നില്ല. എന്നാൽ ഇതിൽ കൊണ്ടിട്ടൂടെ അല്ലേ? ഇങ്ങനത്തെ ആൾക്കാരില്ലേ? ഇവിടെയൊക്കെ കാണുന്നത് തേയിലയാണ്. ഓരോരോ ഭാഗത്തായിട്ടാണുള്ളത്. ഗോൾപാറ ടൗൺ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ബ്രഹ്മപുത്ര റിവർ ക്രോസ് ചെയ്യും. ആ പാലത്തിന്റെ പേര് നരനാരായൺ ബ്രിഡ്ജ് എന്നാണ്. 2 കിലോമീറ്ററിന് മുകളിൽ അതിന് നീളമുണ്ട്. അതുപോലെ തന്നെ അതൊരു റെയിൽ കം റോഡ് ബ്രിഡ്ജാണ്. റോഡ് ഇതുവഴി വരികയാണ്. എന്നിട്ട് ഇവിടുന്ന് രണ്ടും ഒരുമിക്കും. റോഡ് കം റെയിൽ ബ്രിഡ്ജ്.
ബ്രഹ്മപുത്ര ഇതാ നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പാലം വഴി ഷൂട്ട് ചെയ്യുമ്പോൾ ഫോൺ അധികം പുറത്തേക്ക് ഇടാൻ വേണ്ടി പാടില്ല, കള്ളന്മാരുണ്ടാവും. ഒരു ഗ്യാപ്പ് എന്തായാലും കീപ്പ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നൊന്നും വ്യക്തമല്ല, വെയിലേ ഇല്ല. അവിടെ വേറൊരു ബ്രിഡ്ജും കൂടെ പണിയുന്നുണ്ട് തോന്നുന്നു. അതിൻ്റെ ആ ഒരു വർക്കാണ് അവിടെ കാണുന്നത്. എത്ര മിനിറ്റ് ഉണ്ടാവും നോക്കാലോ. ബ്രിഡ്ജ് കഴിഞ്ഞു. 3:20 അസാമിലെ ഈ ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പായ ന്യൂ ബംഗൈഗാവ് സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അടുത്തതിന് വെസ്റ്റ് ബംഗാളിലാണ്. ബിഫോർ ടൈമിനെ വണ്ടി എത്തി. ഇവിടെ റൂഫൊന്നും ഇല്ല കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ വർക്കൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു 7 മിനിറ്റും കൂടി ഉണ്ട് വണ്ടീന് പുറപ്പെടാൻ. ന്യൂ ബംഗൈഗാവ് ജംഗ്ഷൻ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അസാമിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റേഷനാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അസാമിൽ നിന്ന് ഇപ്പോഴേ ഇറങ്ങൂല. ഇതിനിടയിൽ തന്നെ കൊക്രാജറൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഈ ട്രെയിൻ സ്റ്റോപ്പില്ല. അതുപോലെ തന്നെ ഈ റൂട്ടിൽ ഒരുപാട് സ്ഥലത്തിന് ന്യൂ എന്ന് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതന്നെ ന്യൂ ബംഗൈഗാവ് എന്നാണല്ലോ. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്ന് അടുത്ത സ്റ്റേഷനിലെത്തുമ്പോൾ പറയാം. ഇവിടെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇതൊന്നും കഴിച്ചിട്ടില്ല. ആ കവറിലാക്കി കൊടുക്കും. സമയം 5 മണി. നല്ല ഇരുട്ട് വന്നു. അങ്ങനെ ഇത് ആസാമിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ വെസ്റ്റ് ബംഗാളിലേക്ക് കയറിയിരിക്കുകയാണ്. സങ്കോഷ് റിവറാണ് ആ കഴിഞ്ഞത്. 5:10
ജൊറായി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, സിഗ്നൽ കിട്ടി നിർത്തി. മുഴുവൻ ഇതാ ഫോഗാണ്. പിന്നെ ഇവിടെ കുറച്ചൊരു DJ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റേഷനൊന്നും അധികം ആരും ഇല്ല. പിന്നെ ഇവിടെയൊക്കെ നേരത്തെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവാൻ കാരണം ഇവിടുത്തെ ടൈം സോൺ ആണ്. അതുപോലെ തന്നെ ഈ റൂട്ടിൽ കുറച്ച് കാണാൻ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്, തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പകൽ വഴി ഇതിലൂടെ വിവേക് എക്സ്പ്രസിലൊക്കെ യാത്ര ചെയ്ത സമയത്ത് നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ന്യൂ കുച്ച് ബിഹാർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ, അത് കഴിഞ്ഞിട്ട് ന്യൂ ജൽപൈഗുരിയിലേക്ക് പോകുന്ന സമയത്ത് നല്ല തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി ഭാഗ്യമില്ല, കാരണം 5 മണി കഴിയുമ്പോൾ തന്നെ നല്ല ഇരുട്ട് വന്നു. നമ്മുടെ നാട്ടിലെ ഒരു 7 മണിന്റെ പ്രതീതി. വെസ്റ്റ് ബംഗാളിലെ ഈ ട്രെയിനിന്റെ ആദ്യത്തെ സ്റ്റോപ്പായ ന്യൂ അലിപുർദ്വാർ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. സമയം 6 മണി കറക്റ്റായി. ഇവിടെ 2 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. നേരത്തെ ന്യൂ ബംഗൈഗാവ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞല്ലോ, ഇത് ന്യൂ അലിപുർദ്വാർ. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് ന്യൂ കുച്ച് ബിഹാർ, അതായത് ന്യൂ ജൽപൈഗുരി. ഈ സ്റ്റേഷനിലേക്ക് മുന്നിൽ ന്യൂ എന്ന് ചേർത്തല്ലോ, അതായത് ഈ ഒരു സ്ഥലത്ത് നിന്ന് നേരത്തെ ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താ പറയുക, മീറ്റർ ഗേജ് ആണ്. പിന്നീട് ഗേജ് പരിവർത്തനം വന്നപ്പോൾ പുതിയ സ്റ്റേഷൻ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് മുന്നേ ന്യൂ എന്നൊരു പദം നൽകിയത്. ഇവിടുന്ന് എന്താ പറയുക, മാറിയിട്ട് തന്നെയാണ് പഴയ സ്റ്റേഷൻ റൂട്ടൊക്കെ വരുന്നത്. അതായത് ന്യൂ അലിപുർദ്വാർ എന്ന് 6 കിലോമീറ്റർ മാറിയിട്ട് അലിപുർ ജംഗ്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ന്യൂ ബൊങ്കൈഗാവ് എന്ന് മാറിയിട്ട് ബൊങ്കൈഗാവ് ജംഗ്ഷൻ വരുന്നുണ്ട്. കുച്ച് ബിഹാർ, ന്യൂ കുച്ച് ബിഹാർ എന്ന് മാറിയിട്ട് കുച്ച് ബിഹാർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ന്യൂ എന്നൊരു പദം ചേർത്തത്. 6:20 ട്രെയിൻ അങ്ങനെ ന്യൂ കോച്ച് ബിഹാർ സ്റ്റേഷനിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു കോടയാണെന്ന് നോക്കിയേ. ഇവിടുന്ന് 6 കിലോമീറ്റർ മാറിയിട്ടാണ് കോച്ച് ബിഹാർ സ്റ്റേഷൻ ഉള്ളത്. അവിടത്തേക്കും ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് നിർത്തും. NCB എന്നാണ് സ്റ്റേഷന്റെ കോഡ്. സ്റ്റേഷനിലേക്ക് ആ ട്രെയിൻ വന്ന് നിർത്തിയിരിക്കുകയാണ്. ഇപ്പം മനസ്സിലായില്ലേ ഇവിടെ ന്യൂ എന്ന് കിട്ടാനുള്ള കാരണം? ഇതൊക്കെ പുതിയ സ്റ്റേഷനാണ്. അങ്ങോട്ടൊന്നും വിസിബിൾ ആവുന്നില്ല, മുഴുവനും കോടയാണ്. ഈ ട്രെയിനിൽ പാൻട്രയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഇതിൽ നിന്ന് ഭക്ഷണമൊന്നും വാങ്ങിച്ച് കഴിച്ചില്ല. അതുപോലെ തന്നെ ഈ യാത്രയിലും അങ്ങനെ തന്നെയാണ്. ഒരു ട്രെയിനിൽ നിന്നും പാൻട്രി ഫുഡ് ഞങ്ങൾ എടുത്തിട്ടേ ഇല്ല. ഞങ്ങൾ ഓൺലൈൻ വഴി തന്നെ ഫുഡ് ബുക്ക് ചെയ്തു. ഫുഡ് ഓൺ ട്രാക്ക് വഴിയാണ് ബുക്ക് ചെയ്തത്. നമുക്ക് PNR വെച്ചിട്ട് തന്നെ ബുക്ക് ചെയ്യാം. അപ്പോൾ അത് ബുക്ക് ചെയ്താൽ നമ്മുടെ സീറ്റിൽ തന്നെ നമ്മുടെ ഏത് ബർത്താണോ അവിടെ തന്നെ അവർ കൊണ്ടുതരും. ന്യൂ ജൽപൈഗുരി നിന്നാണ് ഭക്ഷണം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 8:15 ആകുമ്പോൾ അവിടെ എത്തും അല്ലേ? 7:45 എത്തേണ്ട വണ്ടിയാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ ഡിലേ കാണുന്നുണ്ട്. പിന്നെ സ്ലാക്ക് ടൈം ഉണ്ടോന്നൊക്കെ നമുക്ക് നോക്കാം. 125 കിലോമീറ്റർ പോകാനുണ്ട് ന്യൂ ജൽപൈഗുരിയിലേക്ക്. 6:30 ഇവിടുന്ന് ട്രെയിൻ എടുത്ത് ഇനി അധികം പുറത്തേക്ക് വരാൻ പറ്റില്ല, നല്ല തണുപ്പാണ്. ന്യൂ ജൽപൈഗുരി എത്തുന്നതിന് മുന്നേ തന്നെ 2 സ്റ്റോപ്പുകൾ കൂടിയുണ്ട്. WG9 1 മണിക്കൂർ ഡിലേ ആയി ട്രെയിൻ ഇതാ ന്യൂ ജൽപൈഗുരി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 8:50 സമയം. ന്യൂ ജൽപൈഗുരി. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്കുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവരും. ന്യൂ ജൽപൈഗുരിയിൽ ഈ ട്രെയിന് 10 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് NJP എന്നാണ്. ഓർഡർ ചെയ്ത ഭക്ഷണമൊക്കെ നമ്മുടെ ബർത്തിൽ തന്നെ കൊണ്ടുവന്ന് തന്നു. ഇവിടെ പുറത്തിറങ്ങിയ സമയത്ത് നല്ല തണുപ്പാണ്. ജാക്കറ്റൊന്നും ഇടാതെ ഒന്നും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. നിങ്ങളീ കാണുന്നില്ലേ, എന്താല്ലേ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോടയൊക്കെ കാണാൻ ഈ സ്റ്റേഷൻ്റെ ആ ഒരു അറ്റത്തെ കാഴ്ചയൊന്നും കാണുന്നില്ല കേട്ടോ. ഇവിടത്തേക്കൊരു ട്രെയിൻ ഇതാ റിവേഴ്സ് ചെയ്ത് വരികയാണ്. ന്യൂ ജൽപൈഗുരി MGR ചെന്നൈ സെൻട്രൽ. MGR ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് ആണ് ഇവിടത്തേക്ക് ഷണ്ടിങ് ചെയ്ത് വരുന്നത്, അതായത് റിവേഴ്സ് ചെയ്ത് വരുന്നത്.
അപ്പോൾ ആ ട്രെയിനിൽ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിച്ചു. Guwahati Howrah Saraighat Superfast Express has arrived on platform number 3. ന്യൂ ജൽപൈഗുഡിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ ഡാർജിലിംഗിലേക്കുള്ള ടോയ് ട്രെയിനിലെ അതൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. 75 കിലോമീറ്റർ ആണ് ഡാർജിലിംഗിലേക്കുള്ള ദൂരം. അതുപോലെ തന്നെ എന്താ പറയാ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ പ്രവേശന കവാടം എന്ന് പറയുന്നത് ന്യൂ ജൽപൈഗുഡി. ഈ 7 സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രവേശന കവാടം. അതുപോലെ തന്നെ ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റിയ നമ്മളെന്താ പറയാ എല്ലാം ഉണ്ട്. ഒരു അതിര എന്ന് പറയാൻ ന്യൂ ജൽപൈഗുഡി. അതുപോലെ തന്നെ സിക്കിം, ഇവിടുന്ന് സിക്കിമിന്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിലേക്ക് 120 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സിക്കിമിലേക്ക് റെയിൽ കണക്ടിവിറ്റി ഒന്നുമില്ലല്ലോ. അപ്പൊ സിക്കിമിലൊക്കെ പോകേണ്ടവർ ന്യൂ ജൽപൈഗുഡി ഇറങ്ങുക. അങ്ങനെ ന്യൂ ജൽപൈഗുഡിയിൽ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. 9:07 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വന്നത്. ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ബീഹാറിലാണ്, കിഷാൻഗഞ്ച്. ചെന്നൈ വണ്ടീൻ്റെ ലോക്കോമോട്ടീവ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. വാങ്ങിച്ചത് ഒരു വെജ് താലിയാണ്. അതോടൊപ്പം തന്നെ ആലു പറാത്തയുണ്ട്. പിന്നെ ഇത് ബട്ടർ പറാത്തയാണ്, പറാത്ത എന്നാന്ന് പറയാട്ടാ. പിന്നെ ഇതിൻ്റെ അച്ചാറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കണ്ടേ നമുക്ക്. ഇത് പരിപ്പ് കറിയാണേ, നമ്മളെ ദാല്. പിന്നെ ഇതൊരു മസാല കറി, ഉരുളക്കിഴങ്ങും എല്ലാ വെജിറ്റബിളും ഉള്ള ഒരു കറി. പിന്നെ റൈസൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 റൊട്ടി കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ റൊട്ടി സംഭവം ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ദാലൊക്കെ നമുക്ക് പരിപ്പ് കറി കുറച്ച് ഇതിലേക്ക് ആക്കാം. അതുപോലെ തന്നെ ഈ ഒരു മസാലക്കറിയും കുറച്ച് ഇതിലേക്കാക്കി ഇങ്ങനെ കഴിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉള്ള അടിപൊളി ഭക്ഷണമായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ കിടക്കേണ്ട ഒരു സെറ്റപ്പ് ആക്കുകയാണ്. ഈ ഒരു കവറിൻ്റെ അകത്തുണ്ടല്ലോ, അത് ഇവിടെ ഹൗറ ഡിവിഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 2 ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു ഇതുപോലത്തെ. അതിന് കൂടാതെ തന്നെ ടവലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ടവലൊക്കെ ഇപ്പം ഇവരിപ്പോൾ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. പണ്ടൊന്നും ഇങ്ങനെ കൊടുക്കുന്നുണ്ടായില്ല. ഈ കമ്പിളിയില്ലേ, കമ്പിളി ഏറ്റവും അടിയിലാണ് വിരിച്ചത്. അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്, ഒന്ന് പുതക്കാൻ കൂടെ. ബീഹാറിലെ കിഷൻഗഞ്ച് സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് റോഡും പോകുന്നത്. ബീഹാറിലെ ഈ ട്രെയിനിൻ്റെ ഒരേ ഒരു സ്റ്റോപ്പായ കിഷൻഗഞ്ചിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10:37 ട്രെയിൻ 1.5 മണിക്കൂറോളം ഡിലേ ആണ്. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. കിഷൻഗഞ്ചിൽ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അടുത്ത സ്റ്റോപ്പ് വരുന്നത് വെസ്റ്റ് ബംഗാളിലെ മാൽഡ ടൗൺ ആണ്. 150 കിലോമീറ്ററെല്ലാം പോകാനുണ്ട്. അതിനുശേഷം വണ്ടി ചെറുതായിട്ടൊന്ന് ജാർഖണ്ഡ് കയറുന്നുണ്ട്. അവിടെ ഒരു സ്റ്റോപ്പ് ഒന്നുമില്ല. പിന്നെ വീണ്ടും വെസ്റ്റ് ബംഗാളിൽ കയറുന്നുണ്ട്. അതാണ് ഈ പോകുന്ന ആ ഒരു റൂട്ട് പറയുന്നത്. ഇനിയിപ്പോ രാവിലെ 5 മണി 5:20 ആകുമ്പോഴാണ് വണ്ടി എത്തേണ്ടത്. പക്ഷെ ഇപ്പൊ 1.5 മണിക്കൂറോളം ഡിലേ ആണല്ലോ. എത്ര മണിക്ക് എത്തും നമുക്ക് നോക്കാം. ശരിയാണ്, ഈ റൂട്ടിൽ എത്രത്തോളം ഡിലേ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ, അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6:05. ബർദ്ധമാൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മളെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 2.25 മണിക്കൂർ ട്രെയിൻ ഡിലേ ആണ്. ഇവിടെ തന്നെ ഒരു പാലമൊക്കെ ഉണ്ട്. ഇതാ വണ്ടിയൊക്കെ പോകുന്ന കാണുന്നില്ലേ. നേരിട്ട് ഇതാ നല്ല വെളിച്ചമൊക്കെ വന്ന്. ഇനിയിപ്പോൾ ഇവിടുന്ന് 95 കിലോമീറ്ററും കൂടി ഉണ്ട് ഹൗഡയിലേക്ക് പോകാൻ. ഇവിടെയും ഒരുപാട് ആൾക്കാരൊക്കെ ഇറങ്ങുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമും ട്രെയിനും തമ്മിലൊരു ഡിഫറൻ്റ് ഉണ്ട്. ഇത്രയും ഗ്യാപ്പാണ്. അതായത് ഒരാൾ ഈ ട്രെയിൻ റണ്ണിങ്ങിലെ സമയത്ത് ഓടി കയറാൻ നിൽക്കുവാണെങ്കിൽ ഡയറക്റ്റ് നേരെ ഈ താഴെ ഭാഗത്തേക്കാവുക. അതിലൊരു സംശയവും വേണ്ട. അങ്ങനെ നമ്മൾ കൊൽക്കത്ത എന്ന നഗരത്തോടടുക്കുകയാണ്. ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഹൗഡ. 7:40 ഇപ്പോൾ.
ഹൗഡയിലെ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഷെഡാണിത്. ട്രെയിനിൻ്റെ കോച്ച് കഴുകുന്നതാണ്ടല്ലോ, നല്ല വൃത്തിയിൽ കഴുകി കുട്ടപ്പനാക്കുക. ഇവിടെയുണ്ട്. കൊൽക്കത്തയിലെ ലോക്കൽ ട്രെയിൻ, നല്ല തിരക്കുണ്ട്. ഗുവാഹത്തിയിൽ നിന്നും 997 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ഹൗഡ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം. ഇവിടെ 5:30 എത്തേണ്ടത്. രണ്ട് മണിക്കൂറിന് മുകളിൽ ട്രെയിൻ ഡിലേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഹൗഡ ജംഗ്ഷൻ. 23 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ആകെയുള്ളത്. നമ്മുടെ ട്രെയിൻ വന്നത് 8ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. അതുപോലെ തന്നെ സ്റ്റേഷന്റെ കോഡ് വരുന്നത് HWH എന്നാണ്. 8ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെയും 9ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെയും നടുഭാഗത്തേക്കൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് റോഡ് വഴിയും നടന്നിട്ട് പോവാം. വണ്ടിയൊക്കെ എടുത്തിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ ഏത് ഭാഗം വരെ നമുക്ക് പോകാമല്ലോ. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവിൽ മാറ്റം വന്നിട്ടുണ്ട്. WP7 ആണ് ഇപ്പോൾ. ഒന്നെങ്കിൽ ന്യൂ ജൽപഗഡി അല്ലെങ്കിൽ മാൾഡ. ഈ സ്റ്റേഷൻ എവിടുന്നോ ഇതിൻ്റെ ലോക്കോ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതൊരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ അവസാനിച്ചു സ്റ്റേഷൻ. ഇന്ത്യയിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഹൗഡ. ഇതൊരു തിരക്കാതെ നോക്കിയേ. പല ഭാഗത്തേക്കും 23 പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ. എല്ലാവരും ഓടി പോവുക. നമുക്കിനി നേരെ പുറത്തേക്ക് ഇറങ്ങാം. സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങ് അവിടുന്ന് തുടങ്ങി സ്റ്റേഷൻ ഇതുവഴി അങ്ങ് അവിട്ടം വരെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് തൊട്ട് മുന്നിലായിട്ട് തന്നെ യെല്ലോ ടാക്സിക്ക് കാണാം. ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇതിലൂടെ തന്നെ റോഡ് കടന്നു പോകുന്നുണ്ട്. ഹൗറ ബ്രിഡ്ജാണ് തൊട്ട് മുന്നിൽ അങ്ങ് അവിടെ ആയിട്ടുള്ളത്. ഞങ്ങൾ ഇനി അടുത്തത് പോകുന്നത് ഒഡീഷയിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് പോകാനുള്ള ട്രെയിൻ ഉച്ചക്കാണുള്ളത്. അപ്പോൾ അതുവരെ നമ്മളിവിടെ റെസ്റ്റ് എടുക്കും. അപ്പോൾ ഗുവാഹട്ടിയിൽ തുടങ്ങിയ യാത്ര ഹൗഡയിൽ എത്തി സ്ഥിതിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മറ്റേ മറ്റു ദിവസം കൊണ്ടുവന്നേക്കോ. ബൈ.